ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സന്തോഷ് മെഡിക്കൽ കൗൺസിലിങ്ങിന് പോവാൻ സമ്മതിക്കാത്ത കാര്യം നടേശൻ വീണയെ വിളിച്ചറിയിക്കുന്നുണ്ട്. കോൾ വെച്ച് കഴിയുമ്പോഴേക്കും നടേശനാണോ എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട്. അതേന്ന് വീണ പറയുമ്പോൾ എന്താ കാര്യമെന്ന് അമ്മയും. മെഡിക്കൽ കൗൺസിലിങ്ങിന് ഹാജരാവാൻ സന്തോഷ് ഏട്ടന് കോൾ ലെറ്റർ വന്നിട്ടുണ്ട്. പക്ഷെ സന്തോഷ് ഏട്ടൻ ഒരു വിധത്തിലും പോവാൻ തയ്യാറാവുന്നില്ല എന്ന് വീണ പറയുന്നത് കേൾക്കെ അപ്പൊ എന്ത് ചെയ്യാനെന്ന് അമ്മയും. ഞാൻ സന്തോഷ് ഏട്ടനോടൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് വീണ പറയേ. ഇങ്ങനെ എത്ര കാലം സന്തോഷിന്റെ കാര്യങ്ങൾക്ക് പുറകെ നടക്കും കുഞ്ഞി എന്നമ്മ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതല്ലേ അമ്മേ എന്ന് വീണ ചോദിക്കേ. നമ്മൾ തന്നെ നമ്മളെ ജീവിതത്തിൽ കൂടുതൽ കുരുക്കിലാക്കല്ലേ മോളെ എന്നമ്മയും. അങ്ങനെയല്ല അമ്മ, ഇതുകൂടി കഴിഞ്ഞാൽ സന്തോഷ് ഏട്ടന്റെ ജോലിയുടെ കാര്യം കൂടി ശരിയാവുമല്ലോ എന്ന് വീണ പറയേ. അപ്പൊ അടുത്ത വിഷയം വരും. ഞാൻ പറഞ്ഞത് ശരിയല്ലേന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. വീണയും ടെൻഷനോടെ അമ്മ ഈ കാര്യം കൂടി ഒന്ന് എന്ന് പറയുമ്പോഴേക്കും നിന്റെ ഇഷ്ടം കുഞ്ഞി എന്ന് ദേഷ്യത്തോടെ അമ്മയും. ഞാനൊന്ന് പോയി സംസാരിച്ചു നോക്കാം അമ്മ എന്നവൾ പറയേ. ഇനിയും നിന്റെ ജീവിതം വെച്ച് കളിക്കല്ലേ മോളെ, എനിക്കത്രേ പറയാനുള്ളൂ എന്ന് അമ്മയും. ഇല്ല അമ്മ ശരിയെന്ന് പറഞ്ഞ് വീണ അവിടുന്ന് പോവുകയാ. പിന്നീട് വീണ സന്തോഷിന്റെ വീട്ടിലെത്തുകയാ. അവിടെ ഡൈനിങ് ഹാളിൽ സോഫയിൽ ടെൻഷനോടെ ഇരിക്കുകയായിരുന്നു സന്തോഷം. വീണ അങ്ങോട്ട് കയറി ചെന്ന് സന്തോഷേട്ടാ എന്താ സന്തോഷേട്ടാ ഇതൊക്കെ എന്ന് ചോദിക്കുമ്പോഴേക്കും നടേശനും മണിയും അങ്ങോട്ട് എത്തുന്നുണ്ട്. മെഡിക്കൽ കൗൺസിലിങ്ങിന് 29-ാം തീയതിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ലെറ്റർ വന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും ഇടം വലം നിന്നും പറഞ്ഞിട്ടും കുഞ്ഞൂട്ടം കേൾക്കുന്നില്ല എന്ന് മണി പറയേ. മോളൊന്ന് പറഞ്ഞു നോക്ക് എന്ന് നടേശനും പറയുന്നുണ്ട്. വീണ്ടും സന്തോഷിന്റെ അരികിലേക്ക് ചെന്ന് ജോലിക്ക് തിരിച്ചു കയറാനല്ലേ സന്തോഷേട്ടാ, 29-ന് നമുക്ക് പോണമെന്ന് പറയുമ്പോഴേക്കും സന്തോഷ് അവിടെ നിന്ന് എഴുന്നേറ്റുകൊണ്ട് ഞാൻ പോവില്ല എന്ന് പറയുമ്പോ പോവാൻ പറ്റില്ലെന്നാണോ എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. എനിക്കറിയാം അവരുടെ കടലാസിലെ ഒരു കേസ് ഹിസ്റ്ററിയാ ഞാനെന്ന് എന്ന് സന്തോഷ് പറയേ. എന്തിനാ സന്തോഷേട്ടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് വീണയും ചോദിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തില് ഞാൻ മെഡിക്കലി അൺഫിറ്റ് ആയിരുന്നു, ഇനി അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കണം എന്ന് സന്തോഷ് പറയേ. നമ്മൾ തെളിയിക്കൊന്നും വേണ്ട, എല്ലാത്തിനും നമ്മളുടെ കയ്യിൽ രേഖകളുണ്ട്, അവരതൊക്കെ പരിശോധിച്ച് ബോധ്യപ്പെടുമെന്ന് വീണയും. പോയി ഒരു റിമാർക്ക് വീണേ തകരാൻ എനിക്ക് വയ്യ വീണയെന്ന് സന്തോഷ് പറയേ. സന്തോഷ് ഏട്ടൻ ഈ പറഞ്ഞത് തന്നെ നല്ല ലക്ഷണമാണ്. ആ ഭയത്തിൽ ജീവിക്കാനുള്ള കൊതിയുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ കടന്നു വരും സന്തോഷ് ഏട്ടാ. നീന്താൻ വെള്ളത്തിൽ ഇറങ്ങണമല്ലോ, എന്തായാലും നമ്മൾ കൗൺസിലിങ്ങിന്റെ മുന്നിൽ പോകുന്നു എന്ന് വീണ പറയുന്നത് കേൾക്കെ അവിടെ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരമില്ലാതായി പോയാൽ എന്തു ചെയ്യുമെന്ന് സന്തോഷം ചോദിക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും തെളിയിക്കേണ്ടതില്ല, സത്യസന്ധമായി പ്രതികരിച്ചാൽ മാത്രം മതി എന്ന് വീണ പറയേ. നീ എന്റെ കൂടെ നിൽക്കുമെന്ന് സന്തോഷം ചോദിക്കുക. ഞാൻ അന്നു മുതൽ ഒപ്പമുണ്ടല്ലോ, ഇതിനുമുണ്ടാവും എന്ന് വീണ പറയെ. സന്തോഷത്തോടെ നീ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ എന്ന് സന്തോഷ് പറയുന്നത് കേൾക്കെ മണിയും നടേശനും കൂടി സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് നടന്നു വന്ന് നടേശൻ വീണയോടായി പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു മോള് പറഞ്ഞ സന്തോഷ് കേൾക്കുമെന്ന്. അപ്പോഴേക്കും മണിയും സന്തോഷമായി. അപ്പോ 29-ന് പോവാം, ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലെന്ന് പറയുമ്പോഴേക്കും കുഴപ്പമില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് വീണയും പറയുന്നുണ്ട്. അങ്ങനെ ഉറപ്പിച്ചു തന്നെ നമുക്ക് പോവാമെന്ന് നടേശൻ പറയേ. അന്ന് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രൂഫും ഒന്ന് ഫയൽ ചെയ്യണം, ഞാൻ ഇന്ന് പോകുന്നതിന് മുന്നേ എല്ലാം ശരിയാക്കി തരാം, അമ്മ അതും നിങ്ങടുത്തെ എന്ന് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ മണി അവളെയും കൂട്ടിക്കൊണ്ട് പോവുകയാ. പിന്നീട് രാത്രിയാകുമ്പോ മാധവത്തിൽ വീണ ടെൻഷനോടെ ഇരിക്കുമ്പോഴാണ് ടീച്ചറമ്മയ്ക്ക് കനിയുടെ കോൾ വരുന്നത്. കനി അടിയെന്ന് പറഞ്ഞ് അമ്മ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് ആ കോൾ അറ്റൻഡ് ചെയ്യുകയാ. ഹലോ കനിക്കുട്ടി, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നടിന്ന് ടീച്ചറമ്മ ചോദിക്കേ. കോളണ്ടിനെ പറ്റി മിണ്ടരുതെന്ന് പറയുന്നത് പോലെ പഠിത്തത്തിനെ പറ്റി ഒന്നും ചോദിക്കരുതെന്ന് കനിയും. അതൊക്കെ ഇവിടെ നിൽക്കാനുള്ള ഒരു ഏർപ്പാടല്ലേ എന്ന് കനി പറയുന്നത് കേൾക്കെ. എടി സ്കോർ ചെയ്തില്ലെങ്കിൽ നോക്കിക്കോ എന്ന് ലച്ചുവും ഭീഷണിപ്പെടുത്തുകയാ. അതെ അതെ എന്ന് ചെറിയമ്മ പറയുമ്പോഴാണ് ഇതെന്താ ഇവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മനുഷ്യനോട് ഇരിക്കുന്ന വീണയെ നോക്കിക്കൊണ്ട് കനി ചോദിക്കുന്നത്. എന്റെ മുഖം മുന്നേ ഇങ്ങനെ തന്നെയല്ലേ എന്ന് വീണ ചോദിക്കുമ്പോ ഓ ഒരു കനമുണ്ടല്ലോ മുഖത്ത് എന്ന് കനിയും. അത് കേൾക്കെ ചെറിയമ്മയും അതെ എന്നും സന്തോഷിന്റെ വീട്ടിൽ പോയി വന്ന വലിയ ചിന്തയാ എന്ന് പറയുമ്പോ ഇപ്പൊ അവിടെ എന്താ നിന്റെ പ്രശ്നം എന്ന് കനി ചോദിക്കുന്നുണ്ട്. സന്തോഷേട്ടനെ മെഡിക്കൽ കൗൺസിലിങ്ങിന്റെ മുന്നിൽ ഹാജരാവണം എന്ന് വീണ ടെൻഷനോടെ പറയേ. അതിന് നിനക്കെന്തിനാ കൺഫ്യൂഷൻ എന്ന് കനിയും ചോദിക്കുന്നു. മെഡിക്കൽ കൗൺസിലിങ്ങിന്റെ ക്ലിയറൻസ് വേണം ജോലിക്ക് കയറാനെന്ന് വീണ പറയേ. അതിന് നിനക്ക് എന്താന്നാ ഞാൻ ചോദിക്കണേ, നിങ്ങൾ ഡിവോഴ്സിന് കൊടുത്തിരിക്കുവല്ലേ എന്ന് കനി ചോദിക്കുമ്പോ അതെ എന്ന് വീണയും. പിന്നെ നീ എന്തിനാ അങ്ങേരെ ശുശ്രൂഷിക്കാൻ നടക്കുന്നേ, നീ വലിയ നന്മവരം ചമയല്ലേ വീണ, ആ പുള്ളിയെ നീ വീണ്ടും കുഴപ്പത്തിലാക്കാന്നാ എനിക്ക് തോന്നുന്നത് എന്ന് കനി ദേഷ്യത്തോടെ പറയേ. എനിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ ചെയ്തതെന്ന് വീണയും. അങ്ങനെ ടേക്ക് കെയർ ചെയ്യാൻ അവരുടെ വീട്ടുകാർക്ക് ഫ്രീ ആയി ഒരു ഹോം നഴ്സിനെ കിട്ടി, അത്രേ ഉള്ളൂ. വീണ നീ നിന്റെ പണി നോക്കിയേ, ഇത് മുന്നോട്ട് പോകും തോറും വള്ളിക്കെട്ടാവത്തേ ഉള്ളൂ, നിനക്ക് ഇതുവരെ കിട്ടിയതൊന്നും പോരല്ലേ. എനിക്ക് നിന്റെ പരിപാടി ഒട്ടും അങ്ങ് ഡൈജസ്റ്റ് ആവുന്നില്ല. ആൾക്ക് വയ്യാണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഹ്യൂമാനിറ്റിയുടെ പേരിലൊന്ന് കാണാൻ പോവാം, അതിനപ്പുറം നീ കാണിക്കുന്ന ഈ അഭ്യാസങ്ങളുടെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കനി പറഞ്ഞു നിർത്തുമ്പോഴേക്കും ലക്ഷ്മിയും മോളെ വീണ ഇവൾ പറയുന്നതിലും കാര്യമുണ്ട്, ജീവിതം ഇങ്ങനെ ഏതെങ്കിലും ഫൂൾസിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാനുള്ളതല്ല എന്ന് പറയുമ്പോഴേക്കും കനിയും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിന്റെ ഈ ദിവസവുമുള്ള വിസിറ്റ് ആദ്യം നിർത്ത്. എടി ജഡ്ജിയുടെ വിധി മാത്രമേ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ ഇനി ബാക്കിയുള്ളൂ, ആ ബോധം ഉണ്ടാവുന്നത് നല്ലതാ.
ഉള്ളിലുള്ള ഇഷ്ടമൊക്കെ പണ്ടേ പൂട്ടിവെച്ച മനുഷ്യന് വീണ്ടും പ്രതീക്ഷ കൊടുത്ത് ഇങ്ങനത്തെ ഉടായ്പ പരിപാടി നീ കാണിക്കില്ലേ വീണ? കനി പറയുന്നത് കേൾക്കെ ഏയ് അങ്ങനൊന്നും പറയാതെ എന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. വീണയും സങ്കടത്തോടെ എന്തൊക്കെയാ കനി നീ പറയുന്നത് എന്ന് ചോദിക്കേ ചെറിയമ്മയും കനിക്കുട്ടി അതങ്ങ് വിട്ടേക്ക് മോളെ എന്ന് പറയുമ്പോ ഇതങ്ങനെയൊന്നും വിടാൻ പറ്റത്തില്ല ചെറിയമ്മ, എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനി ഇവൾ അയാളുടെ അടുത്ത് പോവരുത് എന്ന് കനിയും പറയുന്നുണ്ട്. എടി മക്കളെ, അതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട, നമുക്കത് പരിഹരിക്കാമെന്നേ എന്ന് ചെറിയമ്മ പറയേ ഇനി ഇവൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടാവില്ല, അത് ഞാൻ പറഞ്ഞു എന്ന് കനിയും. ആ ശരി എന്ന് ചെറിയമ്മ പറയേ വെറുതെ എന്റെ മൂഡ് പോയി, ഇനി നാളെ വിളിക്കാം എന്ന് പറഞ്ഞ് കനി ദേഷ്യത്തോടെ കോൾ കട്ട് ചെയ്യുക. അത് കാണെ എന്തുവാടി എന്ന് ലക്ഷ്മിയും കനിയോടായി ചോദിക്കുന്നുണ്ട്. ഇടയും സങ്കടത്തോടെ അമ്മയോടായി അമ്മ അവളിപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ തല്ലിയെന്നല്ലോ എന്ന് ചോദിക്കുമ്പോ നിന്റെ ലൈഫിനെ ബാധിക്കുമെന്നുള്ള ടെൻഷനിൽ അവൾ പറഞ്ഞതടി, ഒട്ടെ സാരമില്ല നമുക്കറിയാലോ കനിക്കുട്ടിയെ എന്ന് പറഞ്ഞ അമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ രേണുവിന്റെ വീട്ടിലെത്തിയ മഹേഷ് ഭാർഗവനെ ചേക്കൊപ്പിട്ടുകൊണ്ടിരിക്കുക. രേണു അപ്പോഴേക്കും അവനെ ചായയുമായി വരുന്നുണ്ട്. മഹേഷ് ചിരിയോടെ സന്തോഷത്തോടെ ആ ചായ വാങ്ങി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അത് കണ്ട് ഇഷ്ടപ്പെടാതെ ശശികലയും ഓ മട്ടും പാവവും ഒക്കെ കണ്ട പെണ്ണ് കാണാൻ വന്ന പോലെ ഉണ്ടല്ലോ, ഓരോരോ മാറ്റങ്ങളെ എന്ന് പറയുമ്പോഴേക്കും മഹേഷും ചായ കൂടി നിർത്തി ആ ചെക്ക് ലീഫുമായി എഴുന്നേറ്റ് അത് ഭാർഗവന് കൊടുക്കുന്നുണ്ട്. ഭാർഗവനും സന്തോഷത്തോടെ അത് വാങ്ങുമ്പോഴേക്കും പ്രോജക്റ്റ് ഗംഭീരമാവും മാമ, എന്റെ എല്ലാ പ്രാർത്ഥനയുമുണ്ട്. പണ്ട് മാമൻ സീരിയൽ തുടങ്ങിയപ്പോ എനിക്കുണ്ടായിരുന്നൊരു മോഹമുണ്ട്, നല്ലൊരു വേഷം മാമന്റെ സീരിയലിൽ ചെയ്യണമെന്ന്. അതേതായാലും നമ്മൾ ഇപ്പൊ ഫണ്ട് ചെയ്യുന്ന പടത്തിൽ വേണ്ട, ശേഷം മാമൻ സ്വന്തമായിട്ട് ചെയ്യുമല്ലോ അപ്പൊ മതിയെന്ന് മഹേഷ്. ഭാർഗവനും ബ്രഹ്മനാണോ മോനെ ആയുസിന് പഞ്ഞം, അതൊക്കെ നമുക്ക് ശരിയാക്കാമെന്ന് അവന് വാക്കു കൊടുക്കുകയാ. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ മാറി നിൽക്കുകയാണ് ശശികലയും. മഹേഷും മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ശശികലയോടായി മാമിക്ക് ഇതൊക്കെ മനസ്സിൽ അംഗീകരിക്കാൻ കുറച്ച് പാടായിരിക്കും, അതെനിക്കറിയാം. നിങ്ങളിപ്പോഴും എന്നെ കൊണ്ട് മുറ്റമടിപ്പിച്ച വെള്ളം കോരിപ്പിച്ച ഇവളുടെ അടിപ്പാവട വരെ കഴുകിയ മനസ്ഥിതിയിൽ നിൽക്കുന്നതേയുള്ളൂ എന്ന് മഹേഷ് ദേഷ്യത്തോടെ പറയേ. അമ്മയ്ക്കിപ്പോഴും മഹേഷിനെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാ, ഞാൻ ഇപ്പോഴും അമ്മയെ കരുതിയാ ഇവിടെ നിൽക്കുന്നെന്ന് രേണു പറയുമ്പോ ഞാനും എന്റെ അമ്മയെ കരുതിയാ ഇവിടെ നിൽക്കുന്നേ, അല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴേ എന്റെ അച്ഛന്റെ കൂടെ പോയനെ, അവിടെ നിൽക്കാനാ എനിക്കും ഇഷ്ടമെന്ന് റിതു പറയുന്നുണ്ട്. അതുകൾക്ക് ശശികലയും ദേഷ്യത്തോടെ ആരും ഇവിടെ ആർക്കു വേണ്ടിയും സഹിച്ചും ക്ഷമിച്ചും നിൽക്കണ്ട, അത് പറഞ്ഞ് ആരും എന്നെ ഭരിക്കാൻ വരണ്ട, അതിവിടെ നടക്കത്തില്ല എന്ന് തീർത്തു പറയുമ്പോ ഭാർഗവനും മഹേഷിനോടായി മരുമനോട് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ, അങ്ങനെ ഇരിക്കുമ്പോഴും അവളിപ്പോഴും പഴയ പ്രൊഡ്യൂസർ ഭാർഗവന്റെ ഭാര്യയായിട്ടാ ജീവിതം, കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എന്റെ നിലവിട്ടൊന്നും ജീവിക്കാനൊന്നും പറ്റില്ല എന്ന് ശശികല ദേഷ്യത്തോടെ പറയേ. ആദ്യം ഇപ്പോഴത്തെ നമ്മുടെ നില എന്താണെന്ന് നീ ഒന്ന് മനസ്സിലാക്കും, അത് ഇതുവരെ നിനക്ക് പിടികിട്ടിയിട്ടില്ലെന്ന് ഭാർഗവനും. മഹേഷ് അപ്പോഴേക്കും മാമനോടായി മാമ പരിപാടി ഗംഭീരമാവട്ടെ, ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുമ്പോഴേക്കും സന്തോഷം മരുമോനെ എന്ന് പറഞ്ഞ് ഭാർഗവനും മഹേഷിനെ ചേർത്ത് പിടിക്കുക. പിന്നീട് അവൻ രേണുവിനെയും ഋതുവിനെയും ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങുകയാ. അതൊന്നും ഇഷ്ടമാകാതെ ശശികല ദേഷ്യത്തോടെ അവിടെ തന്നെ നിൽപ്പാ. പിന്നീട് സന്തോഷിന്റെ മെഡിക്കൽ കൗൺസിലിംഗിന്റെ ദിവസം വന്നെത്തിയിരിക്കുക. അവൻ ടെൻഷനോടെ ഫയൽ എടുത്ത് മറിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും വീണ അവനെ ചായയുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. എത്ര തവണ നോക്കിയതാ ഇതെല്ലാം, എല്ലാം ഉണ്ട്, ഞാനും നോക്കിയതാ, ഇങ്ങ് തായെന്ന് പറഞ്ഞ് അവൾ ആ ഫയൽ വാങ്ങിക്കൊണ്ട് സന്തോഷിനെ ചായ കൊടുക്കുക. ആ ഫയൽ എടുത്തു വെക്കുമ്പോഴേക്കും അവരോരോന്ന് ചോദിക്കുമ്പോ എന്ത് പറയുമെന്നാ എന്ന് ടെൻഷനോടെ സന്തോഷം പറയുന്നു. അത് ആലോചിച്ച് ടെൻഷൻ ഒന്നും വേണ്ട, ഉള്ള കാര്യങ്ങൾ സത്യമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. അവൻ റെഡിയായി നടേശനും മണിയും സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്നുണ്ട്. ചിലത് എനിക്ക് ഓർമ്മയില്ല വീണേ അതാ എന്ന് സന്തോഷ് ടെൻഷനോടെ പറയുമ്പോ ഓർമ്മയില്ലാത്തത് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ഇത് മത്സര പരീക്ഷയൊന്നും അല്ലല്ലോ സന്തോഷിട്ടാ, നമ്മുടെ രോഗം മാറി ഇപ്പോ ജോലി ചെയ്യാൻ പ്രാപ്തിയുണ്ടോ, കളവിൽ ജോലി ചെയ്യാനാവോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാ എന്ന് വീണ പറയുന്നുണ്ട്. അതല്ല നമ്മളെ അവരെ വേറൊരു കണ്ണിൽ കാണുമെന്നാ എന്റെ പേടി എന്ന് സന്തോഷ് വീണ്ടും ടെൻഷനോടെ പറയുമ്പോ അവര് വേറെ കണ്ണിക്കൂടെ ഒന്നുമല്ല കാണുന്നത്, എന്താ കണ്ണിക്കൂടെ തന്നെയാ കാണുന്നത്. സന്തോഷേട്ടൻ തളർന്നിരുന്ന ഒരാളല്ല, അവിടെ നിന്നും വീണ്ടും എണീറ്റൊരാളാ, ആ ബഹുമാനം അവർക്ക് എന്തായാലും ഉണ്ടാവും എന്നവൾ പറയുമ്പോഴേക്കും അപ്പോ കുഴപ്പമില്ലല്ലേ എന്ന് സന്തോഷം ചോദിക്കുന്നു. ഇല്ലാന്ന്, നമ്മൾ അവര് ചോദിക്കുന്ന നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുക, പിന്നെ രേഖകൾ കാണിക്കുക, അത്രയുള്ളൂ എന്ന് വീണ പറയേ. എന്നാ കുഴപ്പമില്ലെന്ന് സന്തോഷം, നമുക്ക് ഇറങ്ങിയാലോ സന്തോഷേട്ടാ എന്ന് പറയുമ്പോഴേക്കും അത് സംബന്ധിച്ച് അവൻ പെട്ടെന്ന് ചായ കുടിച്ചു തീർക്കുകയാണ്. അപ്പോഴേക്കും നടേശനും മണിയും അങ്ങോട്ടെത്തുന്നുണ്ട്. എന്നാ നമുക്ക് ഇറങ്ങിയാലോ അച്ഛാ എന്ന് വീണ ചോദിക്കുമ്പോഴേക്കും നടേശനും അത് സമ്മതിക്കുക. അങ്ങനെ അവർ സന്തോഷിനെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാ. അവിടെ മാധവത്തിൽ ടീച്ചറമ്മ അടുക്കളയിൽ ജോലിയിലായിരിക്കുമ്പോഴാണ് മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നത്. കാറിന്റെ ശബ്ദം കേട്ട് ടീച്ചറമ്മ സിറ്റൗട്ടിലേക്ക് വരുമ്പോഴേക്കും കാണുന്നത് കാറിൽ ഇറങ്ങി വരുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെയാണ്. സാർ സിറ്റൗട്ടിലേക്ക് കയറിക്കൊണ്ട് എവിടെ നമ്മുടെ റാങ്കുകാരി എന്ന് ചോദിക്കുമ്പോ അയ്യോ സാറ് റാങ്കുകാരിയും പ്രതീക്ഷിച്ചുകൊണ്ട് വന്നതാണോ, അവളെ സന്തോഷിനെ മെഡിക്കൽ കൗൺസിലിങ്ങിന് ഹാജരാക്കാൻ അവർക്കൊപ്പം പോയിരിക്കുക എന്ന് സരസു പറയുമ്പോഴേക്കും റാങ്കുകാരി ഇല്ലാത്ത സ്ഥിതിക്ക് റാങ്കുകാരിയുടെ അമ്മയ്ക്ക് ഉപഹാരം ഏറ്റുവാങ്ങാവുന്നതാണ് പറഞ്ഞ് താൻ വീണയ്ക്കായി വാങ്ങിയ ഗിഫ്റ്റ് സരസ്വതി ഏൽപ്പിക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാർ. ടീച്ചറമ്മയും ആ ഗിഫ്റ്റ് നോക്കിക്കൊണ്ട് ആഹാ സാറ് സാധാരണ പുസ്തകങ്ങളൊക്കെയാണല്ലോ കുട്ടികൾക്ക് സമ്മാനമായി കൊടുക്കാറ് എന്ന് ചോദിക്കുമ്പോ ഇത്രയും നാൾ കുത്തിയിരുന്ന്
പഠിച്ച ഒരാൾക്ക് വീണ്ടും ഒരു പുസ്തകം കൊടുത്ത് മുഷിപ്പിക്കണ്ടെന്ന് കരുതി. സമ്മാനം കൊടുക്കുമ്പോൾ അത് വാങ്ങുന്നയാളുടെ മനസ്സുകൂടി നമ്മൾ പരിഗണിക്കണമല്ലോ എന്ന് സാറ് പറയുമ്പോഴേക്കും ചിരിയോടെ അത് സമ്മതിച്ച് സാറിനോട് കൈവരിയിലേക്ക് ഇരിക്കാനായി പറയുന്നുണ്ട് ടീച്ചറമ്മ. അപ്പം അങ്ങോട്ട് ഇരുന്നു കൊണ്ട് വീണയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് സരസ്വതി പറഞ്ഞ ഗുലാബ് ജാമുൻ ആണിത് എന്ന് പറയുമ്പോൾ ആഹാ, അത് കുഞ്ഞിക്ക് ഇഷ്ടാവുമെന്ന് സരസുവും. എന്താ സന്തോഷിന്റെ മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് സാർ ചോദിക്കുക. അത് സന്തോഷിന്റെ മാനസിക പ്രശ്നമൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ജോലിക്കിനി തിരികെ കയറണമെങ്കിൽ മെഡിക്കൽ കൗൺസിലിംഗ് സന്തോഷിനെ പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് സരസ്വതി പറയുന്നുണ്ട്. ഓ അങ്ങനെ, അപ്പോ ഡിവോഴ്സിന്റെ കാര്യങ്ങൾ ഡ്രോപ്പ് ചെയ്തോ എന്ന് സാർ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല സാർ, അക്കാര്യത്തിൽ കുഞ്ഞി ഇപ്പോഴും പഴയ സ്റ്റാൻഡ് തന്നെയാ. സന്തോഷിന് വയ്യാത്തത് കാരണം കൂളിംഗ് ഓഫ് പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാനസിക പ്രശ്നം ഉന്നയിച്ച് കുഞ്ഞിക്ക് വേണമെങ്കിൽ ഡിവോഴ്സ് കിട്ടും. പക്ഷെ അവള് പറയുന്നത് സന്തോഷിന്റെ നല്ല ബോധ്യത്തിൽ തന്നെ കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് എന്ന് സരസ്വതി പറയുമ്പോൾ അതും നല്ല സ്റ്റാൻഡാണ്. എന്നാലും ഇപ്പോൾ നടക്കുന്ന സന്തോഷിന്റെ കാര്യങ്ങളിൽ വീണ ഇടപെടുന്നത് സാറ് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിക്ക് തോന്നിയിട്ടുള്ള ഇടപെടലാ സാർ, ഒരു ഹോം നഴ്സിനെ പോലെ കാണേണ്ടതുള്ളൂന്ന അവള് പറയുന്നത് എന്ന് സരസ്വതിയും. അത് സമ്മതിച്ചുകൊണ്ട് കുട്ടികളുടെ ചില തീരുമാനവും ധൈര്യവും ഇങ്ങനെ ഇതൊക്കെ തോന്നിപ്പോവും. ആരോടും ആലോചിക്കുക പോലും ഇല്ല. ഡിവോഴ്സ് തീരുമാനിച്ച പിന്നെ പരസ്പരം ശത്രുക്കളാണല്ലോ. ഇത് നല്ലൊരു മാതൃകയാണ്. ഈ തീരുമാനത്തിന് എന്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്, അത് ഞാൻ അയക്കാമെന്ന് സാർ പറയുന്നുണ്ട്. ശരിയെന്ന് പറഞ്ഞ് ഇന്നലെ കനി വിളിച്ചിരുന്നു. സന്തോഷിന്റെ അടുത്ത് കുഞ്ഞി പോകുന്നത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മേലിൽ അങ്ങോട്ട് പോകരുതെന്നൊക്കെയാ കനി കുഞ്ഞിയെ താക്കീത് ചെയ്തത്. ഇന്നിനി പോയതറിഞ്ഞ അവൾ അത് ഇഷ്യൂ ആക്കുമെന്ന് സരസു പറയേ. അത് രണ്ട് കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ്. കാര്യങ്ങളിൽ കനിക സ്ട്രെയിറ്റ് ആണ്. ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഡിവോഴ്സ് ചെയ്യണം, രണ്ടായി കഴിയണം. അതിനിടയിൽ ഒന്നുമില്ല, അത് ഉൾക്കൊള്ളാനുമാവില്ല എന്ന് സാറും പറയുന്നുണ്ട്. പിന്നീട് ലിവിംഗ് റൂമിലെ കസേരയിൽ ഇരിക്കായിരുന്ന സാറിന് ടീച്ചറമ്മ ചായ കൊണ്ട് കൊടുക്കുകയാണ്. സാറും ചായ വാങ്ങി കുടിച്ചോണ്ട് ഞാനിന്ന് ഒരു പ്ലാനും കൂടി ഇട്ടിട്ടാണ് സത്യത്തിൽ ഇറങ്ങിയത് എന്ന് പറയേ. എന്താ സാറെന്ന് സരസവും ചോദിക്കുന്നു. ഇന്നത്തെ TTI പ്രിൻസിപ്പൽ നാരായണൻ സാറില്ലേ, സാറിന്റെ കോണ്ടാക്ട് ഈ അടുത്ത് എന്റെ കയ്യിൽ വന്നു. ഞാനങ്ങനെ സാറിനെ വിളിച്ചു. 14 മൈലില സാർ ഇപ്പൊ താമസം. മക്കളൊക്കെ അങ്ങ് UK-യിലാ. ഭാര്യ മരിച്ചു. ഏകദേശം നമ്മുടെ സമാനമായ അവസ്ഥ തന്നെയാണ്. ഒരു വ്യത്യാസം, സാറിനൊപ്പം കാര്യങ്ങൾ നോക്കാൻ ഒരു പയ്യനുണ്ട്. കാര്യങ്ങൾ നമ്മുടെ അത്ര മോശമല്ലെന്ന് ചിരിയോടെ സാർ പറയുന്നു. TTC കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ സാറിനെ കണ്ടിട്ടേ ഇല്ല എന്ന് സരസ്വതി പറയേ. ഞാൻ ഒരു തവണയോ മറ്റോ കണ്ടു. സാറിനോട് സംസാരിക്കുമ്പോ ഇന്നലെ കണ്ട് പിരിഞ്ഞതുപോലുള്ള ഒരു അനുഭവം സാറെല്ലാം ഓർത്തു പറയും. പഴയത് പലതും വീണ്ടും ഓർക്കും. ചിലര് പറയുമ്പോഴാണ് ചില കാലങ്ങളിലെ നമ്മൾ തന്നെ ഓർക്കുന്നത്. സാറിനോട് സംസാരിച്ചപ്പോ തന്നെ വലിയൊരു ഊർജം കിട്ടി. ഏതായാലും ഇവിടുന്ന് ഇറങ്ങിയിട്ട് സാറിന്റെ അടുത്തേക്കൊന്ന് പോവാന്ന് വെച്ചു എന്ന് സാറ് പറയുമ്പോ എനിക്കും സാറിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞങ്ങളോടൊക്കെ സാറിന് വലിയ കാര്യമായിരുന്നു എന്ന് സരസ്വതിയും പറയുന്നുണ്ട്. സരസ്വതിക്ക് ഞാൻ സാറിന്റെ കോണ്ടാക്ട് തരാം എന്ന് സാറ് പറയേ. അല്ല, നാരായണൻ സാറിന്റെ വീട്ടിലേക്ക് സാറിനൊപ്പം ഞാനും വന്നാലോ? ഇപ്പൊ ഇവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ലെന്ന് സരസ്വതി പറയുമ്പോ എന്നാ സരസ്വതി പോന്നു, ഞാൻ സാറിനോട് വിളിച്ചു പറയാമെന്ന് കൃഷ്ണചന്ദ്രൻ സാറോ. എന്നാ ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പോ റെഡി ആയി വരാമെന്ന് പറഞ്ഞ് ടീച്ചറമ്മ എഴുന്നേറ്റ് പോവുകയാണ്. ഓക്കെ എന്ന് പറഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാറും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കൃഷ്ണചന്ദ്രൻ സാറും സരസ്വതിയും നാരായണൻ സാറിനെ കാണാനെത്തുന്നതും അവരെ ഒരുമിച്ച് കാണുന്ന സാർ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കരുതി തെറ്റിദ്ധാരണയോടെ സംസാരിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.